ഏറ്റവും നല്ല വളർച്ചയും വികാസമുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണോ പഴയ കുഞ്ഞുങ്ങളാണോ? നമ്മൾ ഹോഴ്സിന്റെയോ അല്ലെങ്കിൽ കൗവിന്റെയോ മീനിയേച്ചർ ഫോംസ് വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാൻഡ് വാങ്ങിക്കൊടുക്കുന്നു, ആർട്ടിഫിഷ്യൽ ക്ലേ വാങ്ങിക്കൊടുക്കുന്നു. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? അവരുടെ വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു, അതിന് തീറ്റ കൊടുക്കാൻ അവർക്കറിയാം. അവരുടെ വീട്ടിൽ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പൂച്ചയുണ്ടായിരുന്നു, താറാവുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, മണ്ണുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ റിയൽ ലൈഫ് ഒബ്ജക്ട്സുമായിട്ടും റിയൽ ലൈഫ് ആനിമൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിലൂടെ കുഞ്ഞുങ്ങൾ സ്നേഹം, അനുകമ്പ, സോഷ്യൽ ഇൻട്രാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ലേൺ ചെയ്തവരാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു കുഞ്ഞിനോട് നമുക്ക് പാലോ മുട്ടയോ എവിടുന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന മറുപടിയാണ് ഫ്രിഡ്ജ്. പഴയ കാലത്ത് കുഞ്ഞുങ്ങൾ പാല് കറക്കുന്നത് കണ്ടിട്ടുണ്ട്, പശുവിനെ കണ്ടിട്ടുണ്ട്, പശു എങ്ങനെയാണ് പ്രസവിക്കുന്നത്, കോഴി എങ്ങനെയാണ് മുട്ടയിടുന്നത്, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പേരൻസ് ചിന്തിക്കും, ഞങ്ങളെല്ലാവരും ഇനി ടോയ്സ് മാറ്റി വെച്ചിട്ട് വീട്ടിൽ ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ഞങ്ങൾ വീട്ടിൽ പട്ടിയെയും പൂച്ചയും പശുവിനെയൊക്കെ വളർത്താൻ പറ്റുമോ? ഒരു പക്ഷേ പൂർണ്ണമായിട്ടും നമുക്ക് പ്രായോഗികമായിട്ട് സാധിക്കില്ലായിരിക്കും. എങ്കിൽ പോലും നമുക്ക് വീട്ടിലൊരു അക്വേറിയം സെറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു ചെറിയൊരു കേജ് വെച്ചിട്ട് കുറച്ച് പക്ഷികളെ വളർത്താം. കുഞ്ഞുങ്ങൾ അവരെ ഫീഡ് ചെയ്യുന്നതിലൂടെയും അവരുടെ മൂവ്മെൻറ്റ്സ് കാണുന്നതിലൂടെയും നിരീക്ഷിക്കുന്നതിലൂടെയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. കുഞ്ഞിന് വിത്തുകൾ മുളപ്പിക്കാനും അത് മണ്ണിൽ കുഴിച്ചു വെക്കാനും ചെറിയ ചെടികൾ വളർന്നു വരുന്നത് കാണാനും അതിൽ പൂക്കൾ ഉണ്ടാവുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനും അത് മണത്ത് നോക്കാനൊക്കെ ഉള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഈ ടോയ്സൊക്കെ വെച്ച് കളിക്കുന്നതിനേക്കാൾ എത്രയേറെ അവൻ്റെ ബുദ്ധിവികാസത്തിനും അവൻ്റെ സാമൂഹികവും മാനസികമായിട്ടുള്ള വികാസത്തിനും അത് സഹായിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഏറ്റവും നല്ല ടോയ് എന്ന് പറയുന്നത് അവരുടെ റിയൽ ലൈഫ് ആനിമൽസോ ബേർഡ്സോ അല്ലെ റിയൽ ലൈഫ് ഒബ്ജക്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ അവർക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസസോ ആണ്. അങ്ങനെ അവർ പ്രകൃതിയോടും മനുഷ്യരോടും മൃഗങ്ങളോടും ഇൻട്രാക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരട്ടെ.